രാഹുൽ ഗാന്ധിക്ക് ഇനിയും പക്വത വന്നിട്ടില്ല എന്ന പ്രണബ് മുഖർജിയുടെ വാക്കുകളാണിപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാകുന്നത്. അമൂൽ ബേബി, പപ്പുമോൻ തുടങ്ങി നിരവധി വിമർശനങ്ങൾ രാഹുൽ ഗാന്ധിക്ക് നേരെ മുൻപും ഉയർന്നിട്ടുണ്ട്. പലപ്പോഴായത് പൊതുപ്രസംഗത്തിനിടയിൽ പോലും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ പ്രതിപക്ഷ നേതാക്കളിൽ നിന്നും ഉണ്ടായിട്ടുമുണ്ട്. എന്നാൽ ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി പക്വതയാർന്ന ഒരു രാഷ്ട്രീയ നേതാവിലേക്ക് വളർന്നു എന്നാണ് ഈ രാഷ്ട്രീയ നേതാക്കൾ പോലും മാറ്റി പറയുന്ന സാഹചര്യവും. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ആ വളർച്ച പ്രതിപക്ഷത്തെ ഭയപ്പെടുത്തിയെന്നും എല്ലാം പറയുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടായതുമാണ്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ വ്യക്തിപ്രഭാവമോ ഭാരത് ജോഡോ യാത്രയുടെ പ്രതിഫലനമോ കോൺഗ്രസിന്റെ വോട്ട് ഷെയറിൽ കണ്ടില്ല. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ ക്ഷീണം തന്നെ സംഭവിച്ച സമയത്താണ് ഇപ്പോൾ വീണ്ടും പ്രണബ് മുഖർജിയുടെ ഈ വാക്കുകൾ ചർച്ചയാകുന്നത്. അന്തരിച്ച മുൻ രാഷ്ട്രപതിയായ പ്രണബ് മുഖർജിയുടെ മകൾ ശർമിഷ്ഠ മുഖർജിയുടെ പുസ്തകത്തിലാണ് ഈ പരാമർശമുള്ളത്. രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള പ്രണബ് മുഖർജിയുടെ അഭിപ്രായങ്ങളടക്കം ശർമിഷ്ഠ തന്റെ ഇൻ പ്രണബ് മൈ ഫാദർ എ ഡോട്ടർ റിമെമ്പേഴ്സ് എന്ന പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി വളരെ മര്യാദയുള്ളവനാണെന്നും ചോദ്യങ്ങളാൽ നിറഞ്ഞവനാണെന്നുമാണ് തന്റെ പിതാവ് ഒരിക്കൽ പറഞ്ഞത് എന്ന് ശർമിഷ്ഠ കുറിക്കുന്നുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധി രാഷ്ട്രീയമായി ഇനിയും പക്വത പ്രാപിച്ചിട്ടില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം. രാഷ്ട്രപതി ഭവനിൽ വെച്ചാണ് രാഹുൽ ഗാന്ധി തന്റെ പിതാവിനെ കാണാറുള്ളത് എന്നും ഈ കൂടിക്കാഴ്ചകൾ അധികമൊന്നും ഉണ്ടായിട്ടില്ല എന്നും ശർമിഷ്ഠ പറയുന്നുണ്ട്. രാഹുലിനോട് മന്ത്രിസഭയിൽ ചേരാനും ഭരണത്തിൽ നേരിട്ടുള്ള പരിചയം നേടാനും പ്രണബ് മുഖർജി ഉപദേശിച്ചത്രേ. എന്നാൽ ഈ ഉപദേശം രാഹുൽ ഗാന്ധി ശ്രദ്ധിച്ചില്ല എന്നും ശർമിഷ്ഠ പറയുന്നുണ്ട്. 2013 മാർച്ച് 25 ഒരു സന്ദർശന വേളയിൽ രാഹുൽ ഗാന്ധിക്ക് പല കാര്യങ്ങളിലും താല്പര്യമുണ്ടെന്നും എന്നാൽ അദ്ദേഹം ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് വളരെ വേഗത്തിൽ നീങ്ങുന്നുവെന്നും പ്രണബ് മുഖർജി പറഞ്ഞതായും പുസ്തകത്തിൽ പരാമർശമുണ്ട്. 2004 പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യതയെക്കുറിച്ച് പ്രണബ് മുഖർജിയോട് ചോദിച്ചപ്പോൾ ഒരു നിഗൂഢമായ മറുപടിയാണ് തനിക്ക് ലഭിച്ചതെന്നും ശർമിഷ്ഠ ഓർത്തെടുക്കുന്നുണ്ട്. ഇല്ല, അവർ എന്നെ പ്രധാനമന്ത്രിയാക്കില്ല എന്നായിരുന്നു പിതാവിന്റെ മറുപടി അത്രേ. എന്നാൽ തന്നെ പ്രധാനമന്ത്രിയാക്കാത്തതിൽ സോണിയാഗാന്ധിയോട് പ്രണബ് മുഖർജിക്ക് ഒരു നീരസവും ഉണ്ടായിട്ടില്ല എന്നും ശർമിഷ്ഠ ഊന്നി പറയുന്നുണ്ട്. കൂടാതെ മൻമോഹൻ സിംഗിനോടും അദ്ദേഹത്തിന് ഒരു ശത്രുതയും ഉണ്ടായിരുന്നില്ലെന്നും ശർമിഷ്ഠ തന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. 2021 രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച ശർമിഷ്ഠ തന്റെ പുസ്തകത്തിലൂടെ പിതാവിന്റെ ജീവിതത്തിന്റെ ഒരു നേർക്കാഴ്ച തന്നെയാണ് നൽകുന്നത്. മുൻ കോൺഗ്രസ് വക്താവ് കൂടിയാണ് ശർമിഷ്ഠ.